ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് സത്യം പറഞ്ഞാൽ എന്തോ ഒരു കണ്ടന്റ് കൊണ്ടുവരണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഗൈസ്. ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ച് ഇപ്പൊ കാല് വയ്യാത്തോണ്ട് തന്നെ വീണ്ടും പുറത്തിറങ്ങി ഒന്നും ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടണമല്ലോ എന്ന് വിചാരിച്ച് ഗൈസ്. എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഓരോ സ്കിൻ ടോണിന് ചേരുന്ന ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചു. ലൈക്ക് എൻ്റെ കയ്യിൽ കുറേ ലിപ്സ്റ്റിക് ഉണ്ട്, അതല്ലാണ്ട് എൻ്റെ ചേച്ചിയുടെ കുറേ ലിപ്സ്റ്റിക് ഉണ്ട് ഗൈസ്. ഇതെടുത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, വീഡിയോ ഇടുമ്പോൾ അവളതിൽ പറയും. സോ എൻ്റെ കയ്യിൽ കുറേ ലിപ്സ്റ്റിക് ഉണ്ട്, അവളുടെ കയ്യിലും കുറേ ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ അവളുടെ ലിപ് ലൈനറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ലിപ് ലൈനറൊന്നും ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല. ലിപ് ലൈനർ ഞാൻ കാണിച്ചു തരാം. സോ അപ്പം ഞാൻ ഡസ്കി സ്കിൻ ടോണിന് വരുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡും ഒരു ഫെയർ സ്കിൻ ടോണിന് ചേരുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല ഗൈസ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പറയുന്നതിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണാം. അപ്പം ഞാൻ ഈ പറയുന്ന പ്രോഡക്ട്സ് ലൈക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നു, ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ എനിക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് ശേഷം, അതായത് വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്തതിന് ശേഷം ഏത് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ഞാനതിൻ്റെ മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇതിന്നൊക്കെയാണ് ഞാൻ നോർമലി ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തായിരിക്കും. സോ ആദ്യം തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ തന്നെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ ഗൈസ്. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഞാനിപ്പം ആദ്യം ഞാൻ കാണിക്കുന്നത്, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ഡസ്കി സ്കിന്നാണ് എൻ്റെത്, ഡസ്കി സ്കിൻ ടോണാണ് എൻ്റെത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ ജീവൻ വരെ ഊറ്റിയെടുത്ത ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഗൈസ്. കാരണം ഞാൻ ഇതെടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തലയില്ല. അപ്പം ഞാൻ തലയുള്ള ലിപ്സ്റ്റിക്ക് കാണിച്ചു തന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡ് പറഞ്ഞുതരാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ലിപ്സ്റ്റിക്ക് ചോദിക്കുകയാണെങ്കിൽ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഷെയ്ഡ് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. കറക്റ്റ് ഷെയ്ഡൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. എന്തായാലും അയച്ചുതരാം. എനിക്ക് DM ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ മൊമെന്റ്സ് വിത്ത് മിന്നു, അതിലെനിക്ക് DM ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നല്ല ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്, നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയാണ്. 150 രൂപയ്ക്കകത്ത് 135 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഞാനൊരു 120, 125, മാക്സിമം 135 രൂപയാണ് ഇത് വരുന്നത്. മാക്സിമം ഒരു 130 രൂപയ്ക്കകത്ത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഫ്ലിപ്കാർട്ട്, മീഷോ ഇങ്ങനെയുള്ള ഫ്ലിപ്കാർട്ട് അതിൽ നിന്ന് എല്ലാത്തിനും നമുക്കിത് കിട്ടും. സോ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നമുക്ക് ഇത് വേണമെങ്കിൽ ഞാനിപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാർക്ക് കളേഴ്സ്, ലൈക്ക് ഇതുപോലത്തെ ഡാർക്ക് കളേഴ്സ് വരുന്നത് ഞാൻ ലൈൻ ചെയ്യുന്ന പോലെ ഇട്ടിട്ട് ഞാൻ ലൈറ്റ് കളേഴ്സ് വരുന്ന ഷെയ്ഡ്സ് ഉണ്ട്, അതായത് ലൈറ്റ് ഈ റെഡ് പോലത്തെ ഇത് വരുന്നത് ഞാൻ ലിപ്പിനെ നടുക്ക് ഞാൻ അപ്ലൈ ചെയ്യും. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കണം കണ്ട. എന്നിട്ട് ഞാൻ ലിപ് ഗ്ലോസും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ് കണ്ട. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കാം. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ഇതല്ല കേട്ടോ, അത് വേറെയാണ്. അപ്പം ഇത് ബ്ലൂ ഹെവന്റെ ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഫോക്കസ് ആവുന്നുണ്ടോ? പിന്നെ അടുത്ത് വരുന്നത് ലിപ്സ്റ്റിക്ക്, അയ്യോ ഗൈസ്, ഇപ്പോൾ ഞാൻ പോയി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തോണ്ട് വരാൻ വിചാരിച്ച സാധനം മാറിപ്പോയി ഗൈസ്. ഞാൻ എടുക്കാൻ പോയത് ലിപ്സ്റ്റിക്ക്, ഞാൻ എടുത്തോണ്ട് വന്നത് ഞാൻ സ്റ്റുഡിയോൻ്റെ വെറ്റ് വൈപ്സ് മാറിപ്പോയി ഗൈസ്. സോ ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് മില ബ്യൂട്ടിയുടെ നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 13 ബ്ലാക്ക് കറന്റ് കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഫോക്കസ് ആവുന്നില്ല ഗൈസ്. അതാണ് ഷെയ്ഡ് കേട്ടോ. ഇത് ഫോക്കസ് ആവുന്നില്ല. കണ്ട ഇതാണ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് കുറേ നാളായി ഗൈസ്. ഞാനിപ്പം നിലവിൽ യൂസ് ചെയ്യുന്നത് ഈ റെഡ് പോലത്തെ ഷെയ്ഡാണ്. ഇതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. നല്ല ഒരു അടിപൊളി ഷെയ്ഡ് തന്നെ കേട്ടോ. നല്ല രസമുണ്ട് ഇത്. നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ലിപ് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡ് നടുക്ക് കിടുമ്പോൾ നല്ല അടിപൊളി ഭംഗി, നല്ലൊരു
ലുക്ക് കിട്ടും ഗൈസ്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്, ഞാനിപ്പം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാർക്ക് കളർ ഞാൻ ലൈൻ ചെയ്തിട്ട് ലൈറ്റ് കളേഴ്സ് നടുക്ക് യൂസ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഈ ബ്ലൂ ഹെവൻലി ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഞാൻ നടുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇത് അയ്യോ ഇത് ഏതിന്റെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഇതിന്റെ പേര് ഊരൊന്നും ഇല്ല ഗൈസ്. ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ആട്ടോ. ഇതിന്റെ മരണം വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിന് ഞാൻ ഇതിന് യൂസ് ചെയ്യൊന്നും ഇല്ല ഗൈസ്. ഇത് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇത് ഓർഡർ എന്റെ ചേച്ചിയാണ് എനിക്ക് ഓർഡർ ചെയ്ത് തരുന്നത് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഗൈസ്. പിന്നെ ഇത് മില ബ്യൂട്ടിയുടെ ഷെയ്ഡ് 13 ആണ് കേട്ടോ. കറൻ കേക്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. സ്മച്ച് പ്രൂഫോ വാട്ടർ പ്രൂഫോ അങ്ങനെയൊന്നുമല്ല. ഞാൻ വാങ്ങിയ ലിപ്സ്റ്റിക് ഇതെല്ലാം അണ്ടർ 200 റുപ്പീസിനകത്ത് വരുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്ന എല്ലാം. ഇത് നമുക്ക് വാട്ടർ പ്രൂഫോ അങ്ങനെയൊന്നുമല്ല, നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. ഒരു 9 hours വരെ നിൽക്കും. 9 to 12 hours വരെയൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഇത് മാത്രം ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇത് മാത്രം സ്മച്ച് പ്രൂഫ് ആണ്. കാരണം ലിക്വിഡ് അല്ല അത് വരുന്നത്. അത് നോർമലി ഉള്ള മറ്റേ റോൾ ഓൺ ചെയ്യുമ്പോഴത്തെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ബാക്കി കാണിച്ചതെല്ലാം ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. ഇതൊക്കെ നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ആണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചിരുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ മില ബ്യൂട്ടിയുടെ, അതിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് വന്നിരിക്കുന്നത് ഷെയ്ഡ് വന്നിട്ട് 10 ബർഗണ്ടി മാജിക് എന്ന് പറയുന്ന ഒരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് ചേരത്തില്ല എന്നൊക്കെ വിചാരിച്ചൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് ഇതിന്റെ ജീവൻ പോയി ഗൈസ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. നമുക്ക് ലൈനറായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റിയ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അപ്പൊ നമ്മളിപ്പോ നോർമലി നമ്മൾ ഒരു ലിപ്സ്റ്റിക് ഇടുന്നതിനേയും കാട്ടിയും ഒന്നിട്ടിട്ട് ലൈൻ ചെയ്യുന്ന പോലെ ഇട്ടിട്ട് ഇപ്പൊ ലിപ് ലൈനർ വാങ്ങിക്കേണ്ട, അതിന് പകരം ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇടാമെങ്കിൽ ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് ഇത് മരിച്ചു ഗൈസ്. എനിക്ക് ചിരി വരുന്നു. ഞാൻ ഇതൊക്കെ എന്തോ പാർട്ടി ഫീവർ, ഇതൊരു അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കുറെ ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്ത് നല്ല റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഇത് 200 റുപ്പീസിനകത്താണ് വരുന്നത്. മാൾസിന്റെ ഒരു അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് ഷെയ്ഡ് 4 പാർട്ടി ഫീവർ എന്ന് പറയുന്നത് ഒരു സൂപ്പർബായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ലൈക്ക് ഒരു എന്താ ഞാൻ യൂസ് ചെയ്യുന്ന ഏകദേശം ഒക്കെ ഈ ഒരുപോലത്തെ കളറാണ് കേട്ടോ. എന്നാലും കുറച്ചുകൂടി ഇത് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും ഗൈസ്. നല്ലൊരു അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് നമ്മള് പെട്ടെന്ന് ഇട്ടിട്ട് മായ്ക്കാനൊന്നും പറ്റത്തില്ല, അത്രയും അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് ഇൻസൈറ്റിന്റെ, ഈ മിക്കപ്പോഴും ഞാൻ വാങ്ങുന്ന ഇൻസൈറ്റിന്റെ ആണ് കേട്ടോ. ഇതും ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നത്, എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇൻസൈറ്റിന്റെ തന്നെയാണ് ഇതും ഒരു ഇൻസൈറ്റിന്റെ ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇത് ഷെയ്ഡ് വരുന്നത് റെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങുന്നത്, ഞാനിത് മറ്റേ ഈ മീഷോയില് അതിലൊക്കെ ആൾക്കാർ റിവ്യൂ ഇടുന്നത് കണ്ടിട്ട് ഞാൻ വാങ്ങിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഷെയ്ഡ് എന്ന് വെച്ചാൽ എന്റെ ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് ഗൈസ്. വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഷെയ്ഡ് വേറെയാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇതെന്ന് വെച്ചാൽ നല്ല ചില്ലി റെഡ് പോലത്തെയാണ് ഗൈസ്. ഞാൻ ഇപ്പൊ അതാണ് ഇട്ടേക്കുന്നത് കേട്ടാ, കണ്ട. ഇപ്പൊ ഇട്ടേക്കണ ഞാൻ ഇതാണ്. ഇത് നടുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ബാക്കി വേറൊരു ലിപ്സ്റ്റിക് വെച്ച് ഞങ്ങൾ ചെയ്തേക്കുന്നതാണ്. ഇതും നല്ല ലിപ്സ്റ്റിക് ആണ്. ഇത് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും ഗൈസ്. ഇത് നല്ല കൊള്ളാം. ഇത് എനിക്ക് ഇഷ്ടമാണ്. എനിക്കിത് ഞാനിത് യൂസ് ചെയ്യുന്ന, ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല, ഞാൻ ഇതിങ്ങനെ മാറ്റിയിട്ടേക്കുമായിരുന്നു കൊള്ളത്തില്ല എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുടെ ഇട്ടുകൊണ്ട് പോകുന്നതായാലും പുറത്ത് പോകുന്നതായാലും ഈവൻ മരണത്തിന് പോലും ഞാൻ ലിപ്സ്റ്റിക് ഇടും ഗൈസ്. ഞാനും അമ്മയായിട്ട് അടി വരെ ആയിട്ടുണ്ട് ഞാൻ മരണത്തിന് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോകുന്നതിൽ. അപ്പം അത് അങ്ങനെ ഒരു അടിപൊളി ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ഈ ഒരു ഷെയ്ഡ്, ഇതെന്റെ ചേച്ചിയുടെ ഉണ്ട്. അത് ഏതെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. അവളേലും കളറൊക്കെ മങ്ങി ഗൈസ്. ട്രാൻസ്ഫർ പ്രൂഫ് പിന്നെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ലോട്ടസ് പിങ്ക് ആണ് കേട്ടോ, സൂപ്പർ ആണ് കേട്ടോ ഇത് ഗൈസ്. ഇതല്ല അത് ഗൈസ്, അത് വേറെയാണ് കേട്ടോ. ഇത് ലോട്ടസ് പിങ്ക് ആണ്. ഇത് അവളുടെ ഇതാണ്, ഇത് ഡസ്കി സ്കിന്.
ഇത് ഡസ്കി സ്കിന്നിന് പറ്റിയ ഒരു ഇത് തന്നെയാണ്. ഇത് മജന്ത പിങ്ക് ആണ് കേട്ടോ. സോറി ഗൈസ്, മാറിപ്പോയതാണ്. ഇത് മജന്ത പിങ്ക് ആണ്. ഇതിന്റെ ഷെയ്ഡ് അത്യാവശ്യം നല്ലൊരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഗൈസ്, യൂസ് ചെയ്ത് അതിന്റെ ജീവൻ വരെ പോയി. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതാണ് ഷെയ്ഡ് വരുന്നത്. കയ്യിൽ ഇത് തീർന്നു പോയി ഗൈസ്, ഇതിന്റെ ജീവനൊക്കെ പോയി. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇത് നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഈ ഒരു ഷെയ്ഡ്, ഈ ബ്ലാക്ക് കറന്റ് കേക്ക്, ഈ ഷെയ്ഡ് ലൈൻ ചെയ്തിട്ട് ഇത് നടുക്ക് ഞാൻ ഇത് യൂസ് ചെയ്യായിരുന്നു. നല്ലൊരു പെർഫെക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടുമായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ മുന്നത്തെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോസ്, ഇപ്പോൾ ഇല്ല പണ്ട്, അതിൽ അങ്ങനെ വരുന്നതായിരുന്നു. ഇതും ഇൻസൈറ്റ് ഓട്ടം 22 ഓട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതും ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് കളേഴ്സ് ലൈൻ ചെയ്തിട്ട് ഇത് അല്ലാണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടാ, അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാ ഷെയ്ഡും ഏകദേശം ഒരുപോലെ. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളിങ്ങനെ നോർമലി ഇങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണുന്നതായാലും നമ്മളല്ലാണ്ട് ഇപ്പം ഇങ്ങനെ എടുത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കായാലും അതിൽ നിന്നും നല്ല എക്സ്ട്രീം ഡിഫറൻറ്റ് വരുന്നുണ്ട് നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും. അപ്പം നിങ്ങളിപ്പോൾ ഒരു ഷെയ്ഡ് വാങ്ങി, ഇപ്പം ഈ നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് എങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈയുടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എന്തോ കളറാണ് വരുന്നത്, ആ കളർ അനുസരിച്ച് ലിപ്സ്റ്റിക്ക് നമ്മൾ വാങ്ങിച്ചിടാനാണ് പറയുന്നത് ഗൈസ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഗൈസ്. ഇങ്ങനെ നോക്കി ഇത് വാങ്ങിച്ചിട്ടാൽ സൂപ്പറായിരിക്കും. അപ്പം അടുത്ത് വരുന്നതെന്ന് വെച്ചാല് ബ്ലഷീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. കറന്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഷെയ്ഡ് വരുന്നത് മെജസ്റ്റിക് മെറൂൺ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. മെജസ്റ്റിക് മെറൂൺ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. അത്യാവശ്യം നല്ലൊരു, ഞാനിപ്പോൾ ലൈൻ ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് അതാണ്, മെജസ്റ്റിക് മെറൂൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. ഞാൻ ഇന്ന് ഇട്ടാലും നാളെ രാവിലെ ഞാൻ ഉറക്കണീറ്റാൽ പോലും പോകാത്തൊരു ലിപ്സ്റ്റിക്കാണ്. അത്രയും നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 100-നും താഴെയാണ് കേസ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഒരെണ്ണമായിട്ട് കിട്ടത്തില്ല, നമുക്ക് രണ്ടെണ്ണമായിട്ടേ കിട്ടത്തുള്ളൂ. രണ്ടെണ്ണം 120 രൂപ എങ്ങാണ്ടാണ് വരുന്നത്, ഒരെണ്ണം 55 രൂപ എങ്ങാണ്ടാണ് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് വന്നത്. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ലിപ്സ്റ്റിക് തന്നെയാണ്. ബ്രാൻഡ് അത്യാവശ്യം അറിയപ്പെടാത്ത ബ്രാൻഡാണ്, എന്നാൽ പോലും കൊള്ളാം. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് വരുന്നത്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ഇപ്പം നേരത്തെ കാണിച്ച ബ്ലൂ ഹെവൻ ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലൂ ഹെവൻ കുറച്ചുകൂടി ബെറ്റർ ആണ്. കാരണം നമ്മൾ ചുണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തെന്ന് പോലും തോന്നുന്നില്ല, അത്രയും നല്ലൊരു ലിപ്സ്റ്റിക് ആണ് ഇത് കേട്ടോ. എന്തായാലും കൊള്ളാം. എനിക്ക് ബ്യൂട്ടിയെ കുറിച്ചിട്ട് ലൈക്ക് ഇങ്ങനെ പറയാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഷെയ്ഡ് വരുന്നത് ഫ്രോസ്റ്റ് 01 ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഇൻസൈറ്റിന്റെ ആണ്. ഇൻസൈറ്റിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇതിന്റെ ലിപ്പിന്റെ കളറായ ഇങ്ങനെയാണ് ഗൈസ്. ഇത് പ്യുവർ വൈറ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇതിന്റെ കളർ ഇങ്ങനെയായി ഗൈസ്. ഇത് നല്ലൊരു സംഭവം കേട്ടോ. ഇപ്പൊ ഞാനിത് ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കണ്ടോ. നല്ലൊരു ഷെയ്ഡ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഇതുവരെ ഞാനിത് വാങ്ങിയിട്ടില്ല. ഞാൻ ഏതാണ്ട് ഇത് വാങ്ങിയിട്ടൊരു 2 മന്ത് പോലും ആവില്ല, ലൈക്ക് 1 മന്തൊക്കെ ആവത്തുള്ളൂ, 1 മന്ത് ആവത്തുള്ളൂ. പക്ഷെ ഞാനിത് അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. നല്ലൊരു അടിപൊളി ഇത് തന്നെയാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഷെയ്ഡൊക്കെ യൂസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഇത് നല്ല രസമാണ്. ഇതിന്റെ റേറ്റ് 150 അകത്തേ വരത്തുള്ളൂ. 100 രൂപ 100 അതിന്റെ അകത്തേ ഇതിന്റെ റേറ്റ് വരത്തുള്ളൂ. 100 സംതിങ് ആണ് കേട്ടോ. എന്തായാലും 100 സംതിങ് ആണ്. എന്തായാലും കൊള്ളാം, നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൈസ്, ഇത്രേ എന്റെ കയ്യിലുള്ളൂ, അതാണ് സത്യം. ഡെസ്കി സ്കിന്നിന് ഞാൻ വാങ്ങി വെച്ചേക്കുന്ന ലിപ്സ്റ്റിക്സിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്രയാണ്. ഇപ്പം നിങ്ങൾക്ക് ഡെസ്കി സ്കിന്ന് മാത്രമല്ല, ഡെസ്കി സ്കിൻ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫെയർ സ്കിൻ ടോൺ വരുന്നത്. അതായത് സ്പെഷ്യലി ചില ആൾക്കാരുണ്ട് ന്യൂഡ് കളേഴ്സ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ. ചില ആൾക്കാർക്ക് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് അറിയരുത്, എന്നാൽ ലിപ്സ്റ്റിക് ഇടണം, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇത് മാത്രമല്ല, കുറെ ഉണ്ട്. ഇത് ഫേസസ് കാനഡയുടെ ആണ്. ലിപ്സ്റ്റിക് ഷെയ്ഡ് വരുന്നത് സത്യം പറഞ്ഞ ഇതിന്റെ ചേച്ചി യൂസ് ചെയ്യുന്നതാണ്. റേറ്റ് വരുന്നത് 299 ആണ് കേട്ടോ.
ഇത് ഒരു ബ്രൗൺ ആണ് കേട്ടോ. ഫേസസ് കാനഡയാണ്. സംഭവം കൊള്ളാം. ഒരു ഗ്ലോ കിട്ടും ഗൈസ്. ഇത് കൊക്കോ ക്രഷ് ആണെന്ന് തോന്നുന്നു. വരുന്നത് ഗൈസ് സ്വിസ് ബ്യൂട്ടിയുടെ, ഇത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഫെയർ സ്കിൻ ടോണിന് പറ്റിയ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് തന്നെയാണ്. പിന്നെ വരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് ചെറി ആണ്. ചെറി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത്. ആക്ച്വലി ഇത് ലിപ് ബാം ആണ് ഗൈസ്, നോട്ട് ലിപ്സ്റ്റിക്. ഇത് ലിപ് ബാം ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് ഞാൻ ഇപ്പോഴാണ് ഇത് എഴുതിക്കൊന്ന് കണ്ടത് ഗൈസ്. ഞാൻ ലിപ്സ്റ്റിക് എന്നാണ് വിചാരിച്ചിരുന്നത്, കാരണം ഞാൻ ഇതൊന്നും എടുക്കാറില്ല. ഇതെല്ലാം എന്റെ ചേച്ചിയുടെ സംഭവങ്ങളാണ്. പിന്നെ വരുന്നത് ലാക്മേന്റെ പ്രൈമർ പ്ലസ് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഷെയ്ഡ് വരുന്നത് വിവിഡ് ക്രിംസൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് ഗൈസ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മള് നല്ലൊരു സ്മെല്ല് ഗൈസ്. കഴിക്കാൻ തോന്നുന്നു ഒരു കുക്കിന്റെ ഒക്കെ സ്മെല്ല്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബ്ലഷീസിന്റെ, ഈ രണ്ടും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കൊക്കെ സൂപ്പർ ആയിരിക്കും ഗൈസ്. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഇത് ലോട്ടസ് പിങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും കൊള്ളാൻ ഷെയ്ഡ്, അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഇൻസൈറ്റിന്റെ തന്നെയാണ് ഇത്. ഷെയ്ഡ് വരുന്നത് കാണുന്നില്ല, 13 ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണേ. ഇതൊക്കെ ഈ നല്ല ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്ക് പറ്റിയൊരു ലിപ്സ്റ്റിക് ആണ് ഗൈസ്. പിന്നെ ഇത് വരുന്നത് മാബ്ലിന്റെ ഒരു ലിപ്സ്റ്റിക് ആണേ. ഇത് എങ്ങനെ ഓപ്പൺ, ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഇതൊക്കെ നല്ല ഡെസ്കി സ്കിൻ ടോൺ, ഫെയർ സ്കിൻ ടോണിനൊക്കെ പറ്റിയൊരു സൂപ്പർ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ആൽബല്ലി മുട്ടായിയുടെ മണം പറ്റുന്നൊരു ലിപ്സ്റ്റിക് ആണ്. പിന്നെ വീണ്ടും വരുന്നത് മെയ്ബിളിന്റെ തന്നെയാണ് ഒരു മസ്കാരി. പിന്നെ വരുന്ന മാൾസിന്റെ ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ചെസ്നട്ട് കറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഒരു ബ്രൗൺ, ഒരു എന്താ പറയാ, ഒരു ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് ഇൻസൈറ്റിന്റെ തന്നെയാണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഡീപ് ഡസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ലോട്ടസ് പിങ്ക്. അതിന്റെ ഒക്കെ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ, ഡീപ് ഡസ്ക്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മേബിലിന്റെ, ഇവള് യൂസ് ചെയ്യുന്ന ഫുള്ള് മേബിലിന്റെ സ്വിസ് ബ്യൂട്ടി ഒക്കെയാണ് ഗൈസ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മേബിലിന്റെ തന്നെയാണ്. ഇതൊക്കെ ഇവളുടെ ചില മിക്ക ലിപ്സ്റ്റിക്സും ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ് കേട്ടോ. അതായത് എന്തുവാ, ഞാൻ എന്റെ പോലത്തെ ഇറച്ചി മീൻസ് ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് അല്ല അവളുടെ മിക്കതും ഞാൻ ഒരു ഓഫായിട്ട് ഇരിക്കുന്ന കളേഴ്സ് ആണ്. അതായത് എടുത്തറിയാൻ പറ്റാത്ത തരത്തിലുള്ള ചിലത് കേട്ടോ. ചിലതൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതും ഇൻസൈറ്റിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡൊക്കെ അവൾ ഇളകി കളഞ്ഞു ഗൈസ്. ഇല്ല, ഷെയ്ഡ് പിങ്ക് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ നേരത്തെ എനിക്ക് കാണിച്ചെന്ന് ഓർമ്മയുണ്ടായിരുന്നു ഒരു മജന്ത പിങ്ക്. അതും ഇതുമായിട്ട് ഏകദേശമൊക്കെ അടുത്ത്. മജന്ത പിങ്കിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണിത്. പിന്നെ വരുന്നത് ഇൻസൈറ്റിന്റെ തന്നെയാണ്. ഇത് അവൾ കടിച്ചിരുന്നു തോന്നുന്നു ഗൈസ്, അത്ര ഇതായിട്ടിരിക്കുന്നു. കണ്ടോ ഗൈസ് കണ്ട ഇത് ഞാൻ വിചാരിച്ചു എന്റെ ഇളകി പോയിരുന്നു. കാരണം ഇതിന്റെ അകത്ത് ലിപ്സ്റ്റിക് ഉണ്ട് ഗൈസ്. പിന്നെ വരുന്നത് മാൾസിന്റെ തന്നെയാണ്. ഇത് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതെന്നൊന്നും അറിയാത്തില്ല ഗൈസ്, എല്ലാം പോയി, ഫുള്ള് തീർന്നിരിക്കുകയാണ്. ഇതിനി കറക്കമൊന്നുമില്ല. മാൾസിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഇൻസൈറ്റിന്റെ തന്നെയാണ്. ഷെയ്ഡ് വരുന്നത് 17 വിന്റേജ് എന്ന് പറഞ്ഞൊരു വിന്റേജ് ഒരു ഷെയ്ഡാണ്. ഇത് വരുന്നത് ഒരുമാതിരി ഒരു പിങ്ക്, ഒരു ഇരുണ്ട കളർ പിങ്ക്, ഒരു ലുക്കാണ്.
ഇത് ബ്ലൂ ഹെവന്റെ, എനിക്ക് ബ്ലൂ ഹെവന്റെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇത് ബ്ലൂ ഹെവന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതും ഒരു എന്തുവാ ഓഫ് കളർ, അതായത് മങ്ങിയ കളേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇതാ എടുത്തേക്കുന്നത്. പിന്നെ വരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല മാച്ച് കളേഴ്സ് ആണ്, അതായത് ജസ്റ്റ് നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്താലും അങ്ങനെ അറിയാൻ പറ്റത്തില്ല, അത്രയും ഒരു കളറാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് DM ചെയ്താൽ മതി. ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഗൈസ്. ഇനി ഞാൻ നിങ്ങൾക്ക് ലിപ് ലൈനേഴ്സ് കാണിച്ചു തരാം കേട്ടോ. ലിപ് ലൈനേഴ്സ് എടുക്കട്ടെ ഗൈസ്. ഓക്കെ, അടുത്ത ലിപ് ലൈനേഴ്സ് ഞാൻ കാണിച്ചു തരാവേ. ലിപ് ലൈനർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ലിപ് ലൈനർ ഉണ്ട് ഗൈസ്. ഇതൊന്നും എൻ്റെ എല്ലാവരുടേതാണ്. മാൾസിന്റെ ഇവിടെ കൂടുതലും മാൾസിന്റെ ലിപ് ലൈനേഴ്സ് ആണ് കേട്ടോ. കൂടുതലും എല്ലാ മാൾസിന്റെയാണ്. ഇവിടെ ഇത് വരുന്ന ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറെ ബ്രൗണ് വരുന്നുണ്ട്, പിന്നെ എന്തുവാ പിങ്ക്, ലെസ്റ്റി പിങ്ക് വരുന്നുണ്ട്, ഡീപ് ഡോൺ വരുന്നുണ്ട്, മാഗ്നറ്റിക് മജന്ത വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. ഇത് കാണിച്ചു തരാം ഒരു മിനിറ്റ്. കണ്ടോ, ഇത്രയും ഷെയ്ഡ്, ഇതൊക്കെ ഇത്ര ഷെയ്ഡാണ് വരുന്നത്. എല്ലാം മാൾസിന്റെ തന്നെയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു നമ്മൾ ഈ പിങ്ക്, മജന്ത, ഞാൻ കാണിച്ചിരുന്ന ആ ഒരു യെല്ലോ ഈ പിങ്ക് ഷെയ്ഡ് വരുന്ന എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ലൈനർ ആണ് കേട്ടോ. അതായത് മാച്ച് കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ലിപ് ലൈനേഴ്സ് ആണ് ഇത്. ഈ റെഡ് അല്ലാണ്ട് ബാക്കിയല്ല. ഈ റെഡ് ഒക്കെ നമുക്ക് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലൈൻ ചെയ്യാം, ഏത് കളറിലുണ്ടെങ്കിൽ നമുക്ക് ലൈൻ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഡാർക്ക് കളർ ലിപ് ലൈൻ ചെയ്യുമ്പോഴത്തേക്കും കുറെ കൂടെ ഭംഗി വരും. എന്നിട്ട് നമ്മൾ ലിപ് ഗ്ലോസ് ഇടുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെയാണ് ഇത് എല്ലാം. സോ ഗൈസ്, ഇത്രയാണ് വരുന്നത്. പിന്നെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ റീൽസിലൊന്നും ഞാൻ നിങ്ങൾ ആരെയും പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇതിന്റെ കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരു 2ാമത്തെയോ 3ാമത്തെയോ മോഡൽ എങ്ങാണ്ടോ ആണ്. ഇത് മാൾസിൻ്റെതാണ് കേട്ടോ. സൂപ്പർവാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. മാൾസിന്റെ ഐഷാഡോ ആണ്, മസ്കാരോ ആണ്. ഐഷാഡോ അല്ല, മസ്കാരോ ആണ് കേട്ടോ. ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, കണ്ണാടി നോക്കാത്തോണ്ട് ഫോളോ ആയി തോന്നുന്നു. കണ്ടോ, കണ്ണാടി നോക്കിയിട്ട് തരാം ഗൈസ്. കണ്ടോ ഗൈസ്, 2 കണ്ണിന്റെ വ്യത്യാസം. ഇത് ഞാൻ ഈ മസ്കാര യൂസ് ചെയ്തത്, ഇത് മസ്കാര യൂസ് ചെയ്യാത്തത്. കണ്ടോ, നമുക്ക് നമ്മുടെ ഐബ്രോ കൺപീലിയ ഒന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്താട്ടെ നല്ല വോളിയം ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ മുകളിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത്. സൂപ്പറാണ് കേട്ടോ. മാൾസിന്റെ ഒരു മാൾസിന്റെ മസ്കാരയാണ്. നല്ല പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് മാൾസിന്റെ ഒരു മസ്കാര. സൂപ്പറാണ് കേട്ടോ ഗൈസ് അത്. പിന്നെ മാബിലിന്റെ ഒരു മസ്കാര ഉണ്ട്, അതിന്റെ ചേച്ചിയാണ് ഗൈസ്. ഇതും കൊള്ളാം, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്തായാലും ഇത് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. 2 വാട്ടർ പ്രൂഫ് തന്നെയാണ്, അങ്ങനെ പടരത്തൊന്നുമില്ല. സോ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പം ഇനി നിങ്ങൾക്ക് ഇതില് ഞാൻ കാണിച്ചിരുന്നു, ഇപ്പൊ ഈ മസ്കാരോ ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും ഏതാണെങ്കിലും ലിപ് ലൈനറോ അങ്ങനെ എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഗൈസ് എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ കേട്ടോ. ഏത് ഷെയ്ഡാന്ന് പറഞ്ഞ് ലിങ്ക് കമന്റ് ചെയ്താൽ മതി ഗൈസ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് പേഴ്സണലി ഞാൻ ഷെയർ ചെയ്ത് തരായിരിക്കും ഗൈസ്. പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ പറയാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു പേജ് ഉണ്ട്, മൊമെന്റ്സ് വിത്ത് മിന്നു തന്നെയാണ്. ആ ഒരു പേജും കൂടെ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.